ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു എണ്ണക്കടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, 2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് കടലമാവ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം അച്ഛതാ മാവ് സെറ്റാക്കാൻ പോവാണ്. കടലമാവ് അത് കഴിഞ്ഞ് മൈദ, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, അത് കഴിഞ്ഞ് ഉള്ളി ഇടാൻ പോവുക. അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അച്ഛൻ പറഞ്ഞോളൂ, ഇത് എങ്ങനെയാണ് എല്ലാതും കൂടി കുഴച്ചിട്ട് ഇളക്കി നേരെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പോഴാണ് ആ മാവ് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ടിയായിട്ടാണ് ചെയ്യേണ്ടത്, ലൂസായിട്ട് ചെയ്യരുത് ഗൈസ്. അപ്പം അച്ഛൻ എണ്ണ ഒഴിക്കുകയാണ്. ഇത് മോന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കുകയാണ്. സ്കൂളിട്ട് വന്ന എല്ലാവർക്കും ഭയങ്കര വിശപ്പാവും. കേസ് കണ്ടോ, മാവൊക്കെ സെറ്റായിട്ടുണ്ട്. ഗൈസ്, അച്ഛനെ എല്ലാ എണ്ണക്കടി ഉണ്ടാക്കാൻ അറിയാം. ഞങ്ങൾക്കൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിപ്പ് വട ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പരിപ്പ് വട ഉണ്ടാക്കില്ല അച്ഛാ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ ഞങ്ങൾ ഉണ്ടാക്കണ ഓരോ ഡിഷസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഉണ്ടല്ലോ അച്ഛാ. ആ, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അച്ഛാ. സ്വാദും വേണം. ഈ മാവ് നിങ്ങൾ അടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് നോക്കുമ്പോൾ വല്ല ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഉള്ളി മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു ചെറിയ ഇഞ്ചിയൊക്കെ അല്ല അച്ഛാ. പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ മാവിൽ ഇതാക്കി കൊടുക്കാം. ഇവിടെ ആർക്കും അങ്ങനെ വലിയ എരി ഇഷ്ടമില്ല, അതുകൊണ്ടാണ് എരി കമ്മിയാക്കിയിട്ട് ഓരോ സാധനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ആളുകൾ കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് മൈദ, അതുപോലെ 2 ഗ്ലാസ് കടലമാവ് ഇതൊക്കെ എടുത്തുകൊണ്ടു. അത് ഇവിടെ 3 ആളായോണ്ടാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള സ്നാക്സും കഴിക്കാം. അപ്പോൾ ഗൈസ്, എണ്ണയിൽ കിടന്ന് നല്ലോണം മൂത്തു. ഇനി നമുക്ക് വാങ്ങി വെക്കാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ മൂപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണക്കടിയുടെ സൈസ് കൂട്ടും കുറയ്ക്കൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ എണ്ണക്കടി ഒന്ന് ഉണ്ടാക്കി വെക്കുക. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.